ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും വേവ് മേക്കറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പോകുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പാലായിക്കടുത്തുള്ള കട്ടിക്കയം വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയാണ് കേട്ടോ. നമ്മൾ പോകുന്ന റൂട്ട് പാല ഈരാറ്റുപേട്ട റോഡിൽ നിന്നും പനക്കപ്പാലം എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് കളത്തൂക്കടവ് റൂട്ടിലൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മളിപ്പം കളത്തൂക്കടവ് എല്ലാം ക്രോസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ കാഴ്ചകളാണ് വഴി സൈഡ് ചുറ്റും. അതായത് നമ്മുടെ ഓപ്പോസിറ്റ് കാണുന്ന മലനിരകൾ നമ്മുടെ ഇല്ലിക്കക്കൽ ആ ഭാഗമൊക്കെയാണ്. ഇല്ലിക്കക്കലിനോട് ചേർന്ന് വരുന്ന ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ ഏരിയയൊക്കെ. ഇല്ലിക്കക്കലിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ പുറകിലായിട്ടാണ്. അപ്പം വളരെ മനോഹരമായ കാഴ്ചകളൊക്കെ നമ്മൾ പോകുന്ന വഴിക്ക് കാണാൻ പറ്റും. അതുപോലെ കട്ടിക്കയം വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർക്കായിട്ട് അവിടെ അടുത്ത് തന്നെ ഒരുപാട് നല്ല നല്ല സ്പോട്ടുകളും വേറെയുണ്ട്. ഇതെല്ലാം നമ്മൾ പരിചയപ്പെടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുന്ന വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ചാനലും കൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് അധികം താമസിക്കാതെ നേരെ നമ്മുടെ വീഡിയോയിലെ കാഴ്ചകളിലേക്ക് പോകാം. നമ്മളിപ്പോൾ വണ്ടി നിർത്തിയ ഭാഗത്ത് നിങ്ങളൊരു ക്ഷേത്രം ശ്രദ്ധിച്ചായിരുന്നോ? അത് മങ്കൊമ്പ് ദേവീക്ഷേത്രമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്ക് ഇതുപോലെ ഓരോ ലാൻഡ്മാർക്കൊക്കെ മാർക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും വഴി തെറ്റാതെ കൃത്യമായിട്ട് നമുക്ക് നമ്മുടെ സ്ഥലത്ത് ചെല്ലാൻ പറ്റും കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ വളരെ മനോഹരമായ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും കാര്യങ്ങളും എല്ലാം കാണാം. നല്ല പച്ച വിരിച്ച് നിൽക്കുന്ന വഴിയിലൂടെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. നല്ല കുത്തുകയറ്റമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇല്ലിക്കൽ ഭാഗത്തേക്കാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിൻ്റെതായ കയറ്റങ്ങളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ വഴി നല്ല വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടം ലക്ഷ്യമാക്കി അങ്ങനെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ കുറേ ദൂരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ തിരിയേണ്ട സ്ഥലം നമ്മൾ എത്തി കേട്ടോ. ഈ കാണുന്ന ഒരു ജംഗ്ഷൻ നിങ്ങൾ പ്രത്യേകം ഓർത്ത് വെച്ചേക്കണം കേട്ടോ. ഇവിടെ പ്രത്യേകം വലിയ ബോർഡോ കാര്യങ്ങളൊന്നുമില്ല. ആ കാണുന്ന ഒരു ബോർഡ് മാത്രമേ ഉള്ളൂ, കട്ടിക്കയം വെള്ളച്ചാട്ടം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലെഫ്റ്റ് തിരിയുക. ഇവിടെ നിന്ന് അങ്ങോട്ട് വളരെ ശ്രദ്ധിക്കണം. കാരണം മറ്റൊന്നുമല്ല, ചെറിയ റോഡാണ് കേട്ടോ. വലിയ വീതിയോ കാര്യങ്ങളോ സൗകര്യങ്ങളുള്ള റോഡും കാര്യങ്ങളൊന്നുമല്ല. വളരെ ചെറിയ റോഡ് തന്നെയാണ്. അതുപോലെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന റോഡുകളൊക്കെ തന്നെയാണ്. കോൺക്രീറ്റ് റോഡുകളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഓർമ്മയെ വെച്ചേക്കുക. കാരണം ഇവിടെ ഒരാളോട് ചോദിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വലിയ ആൾക്കാരെ കാര്യങ്ങളൊന്നുമില്ല. അതിന് മാപ്പിട്ട് പോരാൻ കുഴപ്പമൊന്നുമില്ല. ഗൂഗിൾ മാപ്പ് ഉണ്ട് കേട്ടോ. പിന്നെ ഈ കാണുന്ന വളരെ മനോഹരമായ തെങ്ങും തോപ്പ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ നമ്മൾ മുന്നോട്ട് പോവുകയാണ്. പോകുന്ന കഴിയുമ്പോൾ ഒരു 4 കൂടി ജംഗ്ഷൻ കാണാം. ഇവിടെയും ഒരു കുഞ്ഞു ബോർഡ് കാണാം. അവിടെ ഇരിക്കുന്ന പറമ്പിരിപ്പുണ്ട്. അത് നമ്മുടെ കണ്ണിൽ കാണണമെന്നൊന്നുമില്ല. പക്ഷേ ഇവിടുന്ന് ലെഫ്റ്റ് തിരിയുക. ഈ കാണുന്ന വഴിയിലൂടെ നേരെ പോവുക കേട്ടോ. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വളരെ ശോചനീയമായ അവസ്ഥയിലുള്ള ഒരു വഴി തന്നെയാണ്. കാരണം മറ്റൊന്നുമല്ല, 2 കാറ് വന്നാൽ പോലും നമുക്കവിടെ സ്പേസ് കൊടുക്കാനുള്ള കാര്യങ്ങളും സൗകര്യങ്ങളൊന്നും ഇല്ല. പ്രത്യേകിച്ച് ഒരു ട്രാവലറൊക്കെയാണ് വരുന്നതെങ്കിൽ ഒരു രക്ഷയിൽ നമ്മൾ പെട്ടുപോകുള്ളൂ. നമ്മൾക്ക് എവിടെ സ്പേസ് കിട്ടുന്നോ അവിടെ ഒതുക്കി നമ്മൾ ഒതുക്കി കൊടുക്കുക എന്നുള്ള സംഭവം മാത്രമേ ഉള്ളൂ. കാരണം അത്രയും വീതിയെ വഴിക്കുള്ളൂ. അപ്പം ഈ വഴി ഡ്രൈവ് ചെയ്യുമ്പം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. അങ്ങനെ ആ വഴി കുറേ ദൂരം കൂടി മുന്നോട്ട് വന്നു കഴിയുമ്പോൾ നമ്മൾ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ പാർക്കിങ്ങിലെത്തി കേട്ടോ. ഈ കാണുന്നൊരു ഭാഗത്താണ് പാർക്കിംഗ് ഒക്കെ ഉള്ളത്. അവിടെ പേ ആൻഡ് പാർക്കാണ്. ബൈക്കിന് 10 രൂപ, കാറിന് 30 രൂപ, ട്രാവലറിന് 50 രൂപ. അങ്ങനെ ഒരു നിരക്കിലാണ് അവരെ പാർക്കിംഗ് ഫീസും കാര്യങ്ങളൊക്കെ അവർ മേടിക്കുന്നത്. അപ്പോൾ ഇതിനോട് ചേർന്ന് കുറച്ച് കടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് അത്യാവശ്യം വെള്ളം കുടിക്കാനുള്ള സൗകര്യങ്ങൾ, സ്നാക്സ് കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് ചേർന്ന് ഡ്രസ്സിംഗ് റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വരുന്നവർക്ക് ഉറപ്പായിട്ടും ഇവിടെ വെള്ളത്തിലൊക്കെ ചാടിയിട്ട് വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്യാനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഡ്രസ്സിംഗ് റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും അതിനുശേഷം അതിൻ്റെ സൈഡിൽ കാണുന്ന ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോകുന്നത് കേട്ടോ. ഈ കാണുന്ന വഴി കൂടെ പോകുന്നത്. അപ്പം ഇതിൻ്റെയും റൈറ്റ് സൈഡിൽ തന്നെ ഈ കാണുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ പാർക്കിംഗ് ഏരിയ തന്നെയാണ് കേട്ടോ. അപ്പോൾ അപ്പുറത്തെ പാർക്കിങ്ങും കാര്യങ്ങളൊക്കെ ഫുള്ളാണെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് നമ്മളെ കടത്തി വിടും. ഇവിടെ നമുക്ക് പാർക്ക് ചെയ്യാം. അതിനുശേഷം നമ്മൾ കാണുന്ന ഈ ഒരു റോഡിലൂടെയാണ് നമ്മൾ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് അത്യാവശ്യം നല്ല തിരക്കുള്ള ദിവസമെന്ന് തോന്നുന്നു. കാരണം ഒരുപാട് വണ്ടികൾ അവിടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം വെള്ളത്തിൽ ചാടാൻ പറ്റുന്ന അവസ്ഥ നമുക്ക് കിട്ടുമെന്നറിയില്ല. പ്രത്യേകിച്ച് കട്ടിക്കയം വെള്ളച്ചാട്ടത്തിനെ സംബന്ധിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എന്തുകൊണ്ടും വെള്ളച്ചാട്ടം നമുക്ക് അനിവാര്യമാണോ എന്നുള്ള കാര്യം നമുക്ക് ഒന്നുകൂടി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ നമ്മൾ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. നാളെ ഞങ്ങൾ ആനചാടിക്കുത്തില്ലേ, അവിടെ പോയപ്പോൾ ഇതുപോലെയായിരുന്നു. ഒരു രക്ഷയില്ല, തിരക്ക് കാരണം വെള്ളത്തിലോട്ട് കാല് കുത്താൻ മേല. ഉമ്മാരി ആളായിരുന്നു. ഒരു ദിവസം പോയതാണ്. ചുമ്മാ ചാടാനൊക്കെ തോർത്തൊക്കെ ആയിട്ട് പോയതാണ് സംഭവം. ചെന്ന് കഴിഞ്ഞപ്പോൾ ഭയങ്കര തിരക്കായിപ്പോയി എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ അവസ്ഥ. ചാട സ്ഥലങ്ങളുണ്ട്, പക്ഷേ ഇതാണ് അവസ്ഥ. അപകടം നിറഞ്ഞ സ്ഥലമാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നല്ല തിരക്കും കാണും. നോക്കാം, വെള്ളച്ചാട്ടത്തിന് ഒച്ചയൊക്കെ കേൾക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതൊക്കെ അല്ലേ? ആണോ? ഇവിടെ അവിടെ ചാടുന്നുണ്ടോ അവന്മാർ? ആ സൈഡിൽ കൂട്ടി പതുക്കെ വെയിലൊക്കെ അങ്ങ് മങ്ങി തുടങ്ങി. മഴയുടെ ലക്ഷണം തോന്നും. നോക്കാം.
വെള്ളച്ചാട്ടം തുടങ്ങുന്ന ഭാഗത്തെ മേളത്തെ കാഴ്ച കേട്ടോ. അപ്പോൾ ഇവിടെയും നമുക്ക് അത്യാവശ്യം കുളിക്കാനൊക്കെ പറ്റും. വഴുക്കലൊക്കെ ഉണ്ടോ നോക്കുക. എന്നാലും ഇവിടെ വലിയ ഒഴുക്കോ കാര്യങ്ങളോ പ്രശ്നമൊന്നുമില്ല, സേഫാണ്. ഇത് വന്ന് വീഴുന്ന ഭാഗമായിരിക്കും മിക്കവാറും കട്ടിക്കയം വെള്ളച്ചാട്ടം. എന്നാൽ നമ്മൾ ഇവിടുന്ന് മേളിലേക്ക് കയറി പോകണം കേട്ടോ. ഇല്ലേ കുറേ അങ്ങ് പോകണം. ഈ പാറയിൽ കൂടെ എല്ലാം കയറി പോകണം. അപ്പോൾ മഴയത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങൾ ഈ തെറ്റി വീഴാനുള്ള സാധ്യത കാണുമായിരിക്കും. പാറ വഴുക്കലൊക്കെ കാണുമായിരിക്കും. അപ്പോൾ അതൊക്കെ നോക്കി സേഫായിട്ട് തന്നെ പോരുക. അതുകൊണ്ട് ഇവിടെയൊക്കെ നല്ല അത്യാവശ്യം തെന്നി കിടക്കുന്നതല്ലേ കിടക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് താഴോട്ട് ഈ സൈഡിൽ കൂടെയുള്ള ചെറിയ വഴി കേട്ടോ. ഇല്ലേ നടന്നങ്ങ് പോകണം. ഇത് വേറെ കൈവരിയോ കാര്യങ്ങളൊന്നുമില്ല, സൂക്ഷിച്ച് തന്നെ പോയതാണല്ലോ. ഇവിടെ താഴോട്ട് അത്യാവശ്യം ഇങ്ങനെ കിടക്കുവാണ്. ഇതിൽ സേഫായിട്ട് സൂക്ഷിച്ച് നടന്നൊക്കെ അങ്ങ് പോകാം. താഴോട്ട് നല്ല ഇറക്കും. അപ്പോൾ ഇതിൽ സൂക്ഷിച്ച് തന്നെ ഇറങ്ങി പോരുക അല്ലേ. അവിടെ എല്ലാം നമ്മുടെ സ്റ്റെപ്പൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞൊക്കെയാണ് കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി വളരെ കെയർഫുള്ളായിട്ട് തന്നെ. ഇവിടെ തെറ്റോടാ, അയ്യോ ഇല്ല. ഇവിടുന്ന് ഇനി അങ്ങോട്ട് ഇതുകൂടെ കുറേ സ്റ്റെപ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കാരണം സേഫ് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ നമ്മളെന്തായാലും വന്ന വഴി ഇതുപോലെ ദുർഘടം പിടിച്ച വഴിയായിരുന്നു. സ്റ്റെപ്പും കാര്യങ്ങളും കല്ലുകൊണ്ടുള്ള സംഭവം സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇവിടുന്ന് ഇനി അങ്ങോട്ട് നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റും. കുഞ്ഞു സ്റ്റെപ്പാ കേട്ടോ അല്ലേ. നമ്മൾ വലിയ കാലം ഒത്തിരി അകത്തി നോക്കും, പക്ഷെ അല്ലേ കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പാ. ഇതുപോലെ കുറേ ഇറങ്ങാണ്ട് കേട്ടോ. എത്ര സ്റ്റെപ്പ് കാണാം മൊത്തം? ഏകദേശം ഒരു ഐഡിയ പറ, എത്ര കാണാം? 300 300 വരത്തില്ലേ? ആണോ? താഴെ ഒത്തിരി ദൂരം ഉണ്ടോ? താഴോട്ട് ഒത്തിരി ദൂരം ഉണ്ടോ ഇതുപോലെ? എന്തായാലും ഈ സ്റ്റെപ്പ് ഇങ്ങനെ പണിത് വെച്ചേക്കാൻ നന്നായി കേട്ടോ അല്ലേ. അല്ലെങ്കിൽ ഇറങ്ങിപ്പോ ഭയങ്കര പാടാണോ. സംഭവം കൊള്ളാനാണല്ലോ അല്ലേ. തിരിച്ചു കയറി പോലും മഴയാണെങ്കിൽ പെട്ടുപോകും കേട്ടോ. ആകെ ഒരു കുടയുള്ളൂ കയ്യില്. അതെ, മഴ സമയത്ത് നിങ്ങൾ വരുവാണെങ്കിൽ ഉറപ്പായിട്ടും കോട്ടോ കുടയോ ഒക്കെ കരുതി പോരണം. അല്ലെ കുളിച്ചിട്ട് വരുന്ന വഴിക്കാണെങ്കിൽ കുഴപ്പമില്ല, നനഞ്ഞാൽ കയറി ഇങ്ങ് പോരാ അല്ലേ. സംഭവം കൊള്ളാം കേട്ടോ. ഇവിടെ നല്ലൊരു ആംബിയൻസാണ്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ കട്ടിക്കയം വെള്ളത്തിലേക്ക് ഇറങ്ങി പോണ സ്റ്റെപ്സ് ഒക്കെ കേട്ടോ. അതുപോലെ നമ്മൾ മേളിൽ നിന്ന് തുടങ്ങിയാണ് ഉണ്ടോ. താഴെ കുറേ ആൾക്കാരുണ്ട് കേട്ടോ, നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മളെ ബൈക്കിലായിട്ട് അവിടെ നല്ല വെള്ളച്ചാട്ടം, വെള്ളം വീഴുന്ന സംഭവം കാണാൻ പറ്റും കേട്ടോ. അവിടെ കാണാം. അപ്പോൾ നമ്മൾ ഏകദേശം കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ അടുത്തെത്തി കേട്ടോ. ഇത് ഇവിടെ ചെറിയൊരു വ്യൂ പോയിന്റ് പോലെ ഇങ്ങനൊരു നമ്മുടെ ഗ്ലാസ് ബ്രിഡ്ജൊക്കെ സെറ്റ് ചെയ്യല്ലേ. അപ്പോൾ അതുപോലത്തെ ഒരു സംഭവം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ താഴെ ചെറിയ സ്റ്റെപ്സ് ഒക്കെ ഏറ്റ് വെച്ചിട്ടുണ്ട്. എന്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. ഇവിടെ വരെ ഉള്ളൂ. ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് സെറ്റപ്പിൽ നമുക്ക് ഇവിടെ വരെ ഇങ്ങനെയൊക്കെ പോയി നിൽക്കാം. ഇവിടെ നമ്മൾ വെള്ളച്ചാട്ടം നമുക്ക് ആസ്വദിക്കാം. ഇതുണ്ടോ, അടിപൊളിയാട്ടോ, സംഭവം കൊള്ളാം. ഞാൻ ആദ്യമായിട്ട് വരും. നമ്മുടെ മർമ്മലൊക്കെ നമ്മളിവിടെ പോയിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് അത്രയും മേളിൽ വരുമ്പോഴത്തേക്ക് അത്യാവശ്യം വെള്ളം കൂടുതലുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ഉണ്ട്.
ആ മഴയൊക്കെ ആയതുകൊണ്ടേ മഴയൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല വെള്ളമുള്ളതുകൊണ്ട് അവിടെ നല്ല പതഞ്ഞം കൊഴുന്നണം. ഇവിടുന്ന് റിവേഴ്സ് ഇറങ്ങണം അല്ലേ? ഈ സൈഡൊക്കെ ഭയങ്കര അപകട സാധ്യത സ്ഥലമാണ്. ഇവിടുന്ന് താഴോട്ട് നല്ല ആഴമുണ്ട്. അപ്പോൾ വരുന്നവരൊരിക്കലും ഇവിടെ നിന്നൊന്നും ഈ സൈഡിൽ കുളിക്കാതിരിക്കുക. ഇവിടുന്ന് വെള്ളച്ചാട്ടം നേരെ താഴോട്ട് ചാടുവാണ്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മുടെ പാറകെടുക്കളാട്ടോ മൊത്തം. അതൊക്കെ കുറേ പിള്ളേരൊക്കെ ഇവിടെ കുളിക്കുന്നൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എന്നാളിലും നമ്മൾ സേഫായിട്ട് തന്നെ നമ്മുടെ ബാക്കി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. നമ്മൾ ആസ്വാദനത്തിന് വന്നിട്ട് ഒരിക്കലും അപകടം ക്ഷണിച്ച് എടുത്തായിരിക്കുക കേട്ടോ. ഇവിടെ നിന്നൊക്കെ നോക്കിയാലൊക്കെയാണ് നല്ല കിടിലൻ വ്യൂസാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂസും കാര്യങ്ങളൊക്കെയാണ്. അത്യാവശ്യം കോടയും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് അങ്ങ് ദൂരെ കയറി കിടന്ന് നമുക്ക് കാണാം. 5 നിമിഷം വേണമെങ്കിലും കോട ഇങ്ങോട്ട് വരും കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് നമ്മുടെ ഇടുക്കി ഇല്ലിക്കക്കല്ല് ഈ ഭാഗത്തൊക്കെ നമുക്ക്. അപ്പം നമ്മളിങ്ങനെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് തിരിച്ചു കയറി പോകാം കേട്ടോ. അപ്പം നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ഞാനിതിനും കൂടെ വന്നിട്ടില്ല, ആദ്യമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ്. അപ്പം നിങ്ങൾ വരേണ്ടത് പാലായിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ പനക്കപ്പാലത്ത് വന്നിട്ട് ലെഫ്റ്റ് തിരിഞ്ഞ് നമ്മുടെ ഇല്ലിക്കക്കല്ല് റൂട്ട് പോരുക. അവിടെ ഏകദേശം ഒരു 13 കിലോമീറ്ററാണ് ഇവിടെ വരെ ഉള്ളത് കേട്ടോ. 13-14 കിലോമീറ്റർ അടുത്തുണ്ട്. പനക്കപ്പാലത്ത് നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് ഇല്ലിക്കക്കല്ല് വരെ. ഇല്ലിക്കല്ലിന് അടുത്ത് ഏകദേശം ഒരു 2 കിലോമീറ്റർ ബാക്കിലായിട്ടാണ് ഈ ഒരു സ്ഥലം വരുന്നത്. അപ്പം ഇവിടെ വരുവാണെങ്കിൽ ഇല്ലിക്കക്കല്ല് നിങ്ങൾക്ക് ടച്ച് ചെയ്യാം. അതുപോലെ മറമല വെള്ളച്ചാട്ടമുണ്ട്. അങ്ങനെ കുറേ, പിന്നെ ഇലവിഴ പൂഞ്ചിറ, അങ്ങനെ കുറേ മനോഹരമായ സ്ഥലങ്ങൾ ഇതിനോട് ചേർന്ന് തന്നെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കാരണം ഒരുപാട് അപകട സാധ്യതയുള്ള ഒരു വെള്ളച്ചാട്ടമാണ് കട്ടിക്കയം വെള്ളച്ചാട്ടം.
ആ വെള്ളം വന്ന് വീഴുന്ന ഭാഗത്താണെങ്കിലും അത്യാവശ്യം നല്ല രീതിക്ക് ആഴമുണ്ട്, കല്ലും ആഴവും എല്ലാം ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചാടുന്നവരൊക്കെ ആണെങ്കിലും നമുക്ക് പരിചയ സ്ഥലത്ത് പോയിട്ട് ചാടും ഉറപ്പായിട്ടും തല വന്നിരിക്കാനുള്ള സാധ്യത കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ കാര്യത്തിലൊക്കെ ഒന്ന് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. നിങ്ങൾ കട്ടിക്കയം വെള്ളച്ചാട്ടം കാണാൻ വരുന്നവർ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സുരക്ഷ തന്നെയാണ്. അതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ സ്ഥലം ഭംഗിയായിട്ട് കാത്തു സൂക്ഷിക്കുക, പ്ലാസ്റ്റിക് മറ്റ് മാലിന്യങ്ങളൊന്നും വലിച്ചെറിയാതിരിക്കുക. അതുപോലെ നമ്മൾ നേരത്തെ വന്നപ്പം ആ സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതിന് മുമ്പായിട്ട് കുറേ പാറക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിലേക്ക് സൂക്ഷിച്ചു പോരുക. കാരണം നല്ല മഴയതായിരിക്കുമല്ലോ ഉറപ്പായിട്ടും വെള്ളച്ചാട്ടം കാണാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊത്തവും നല്ല തെന്നിത്തെറിച്ച് കിടക്കുന്ന ഒരു സമയമായിരിക്കും. അപ്പോൾ എപ്പോഴും നമുക്ക് നമ്മുടെ സുരക്ഷയ്ക്ക് തന്നെ എപ്പോഴും പ്രയോറിറ്റി കൊടുക്കുക. ഞാൻ ആ മിക്ക പിടിയിലും പറയുന്നത് പോലെ തന്നെ നമ്മുടെ ആസ്വാദനം ഒരിക്കലും നമ്മൾ അപകടമാക്കി മാറ്റിയിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അത് റീസണോ ഇതുണ്ടോ, ഇതൊക്കെ വളരെ സേഫായിട്ട് തന്നെ നമ്മളിതിൽ നടന്ന് കെയർഫുള്ളായിട്ട് തന്നെ പോരുക. അപ്പം കട്ടിക്കയം വെള്ളച്ചാട്ടത്തിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പറയാൻ പറ്റില്ല, കാരണം ഇത്രയും കയറ്റം കയറി എന്തെങ്കിലും മടുത്ത് കേട്ടോ. അത്യാവശ്യം നല്ല കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ അത്യാവശ്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നടന്ന് കയറാനും ഇറങ്ങാനും പറ്റുന്നവർ മാത്രം ഈ ഒരു വെള്ളച്ചാട്ടം വിസിറ്റ് ചെയ്യാൻ വരിക. അതാണ് ഏറ്റവും മെയിൻ സംഭവം കേട്ടോ. ഇത് കൂട്ടൊക്കെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഇച്ചിരി ടഫാണ്. അപ്പോൾ അത്യാവശ്യം നടക്കാനൊക്കെ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മാത്രം ഉറപ്പായിട്ടും ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ വരിക. അപ്പം മറ്റൊരു വീഡിയോ കാണാം. അതുവരെ ബൈ.